10ാം ക്ലാസ്സിലെ 4th ചാപ്റ്ററിലെ ഹോർമോൺസിന്റെ ചാപ്റ്ററിൽ ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡ് പഠിക്കാണ്ട്. അതിലൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് ഇത് തൈമസ് ഗ്ലാൻഡ് അഥവാ തൈമസ് ഗ്രന്ഥി. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ലൊക്കേറ്റഡ് ബിഹൈൻഡ് ദ സ്റ്റേണം. സ്റ്റേണത്തിന്റെ മാറലിന്റെ പിറകിലായിട്ടാണ് ആര് കാണപ്പെടുന്നത്? നമ്മുടെ ബഹുമാനപ്പെട്ട തൈമസ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്. ആ തൈമസ് ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ബിഹൈൻഡ് ദ സ്റ്റേണം, മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്നതാണ് ആര്? തൈമസ് ഗ്രന്ഥി. അപ്പൊ അതിന്റെ പൊസിഷൻ കിട്ടി. ഇനി പരീക്ഷയ്ക്ക് ഇതിന്റെ പൊസിഷൻ ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയരുത്. ഓക്കെ. ഇനി രണ്ടാമത് തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ്, പേരിൽ തന്നെ ഉണ്ട്, തൈമോസിൻ. എന്താണ് പേര്? തൈമോസിൻ. തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് തൈമോസിൻ. ഇനി ആ തൈമോസിന്റെ ഫംഗ്ഷൻ എന്തെന്നുള്ളതാണ് ചോദ്യം. തൈമോസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ മെച്ചുറേഷൻ ഓഫ് ടി ലിംഫോസൈറ്റിന്റെ മെച്ചുറേഷന്, ടി ലിംഫോസൈറ്റിന്റെ പാകപ്പെടലിന് സഹായിക്കുന്നു ആര്? ഈ തൈമോസിന്. ഓക്കെ. അപ്പൊ തൈമസ് ഗ്ലാൻഡ് തൈമോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ തൈമോസിൻ എന്തിനു സഹായിക്കുന്നു? മെച്ചുറേഷൻ ഓഫ് ടി ലിംഫോസൈറ്റിന്റെ മെച്ചുറേഷന് സഹായിക്കുന്നു. അപ്പൊ ഒക്കെ ടി എന്നാലോചിച്ചാൽ മതി. ഫസ്റ്റ് ടി തൈമസ് ഗ്ലാൻഡ്, രണ്ടാമത്തെ ടി തൈമോസിന്, മൂന്നാമത്തെ ടി മെച്ചുറേഷൻ ഓഫ് ടി ലിംഫോസൈറ്റ്. അപ്പൊ തൈമോസിൻ മെച്ചുറേഷൻ ഓഫ് ടി ലിംഫോസൈറ്റ്. ആ രീതിയിൽ കണക്ട് ചെയ്യാം. ഹാപ്പി അല്ലേ? ഗുഡ് നൈറ്റ്. ഓക്കെ. ഗുഡ് നൈറ്റ് അല്ല, ഓൾ ദി ബെസ്റ്റ്.